നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ബോസ്, അനാമിക എങ്ങോട്ടാ പോയെന്ന് ആലോചിക്കുകയാണോ? അല്ല, അവളിപ്പോ ആരുടെ കൂടെ ഉണ്ടാവുന്നെന്ന് ആലോചിക്കുക. സപ്പോസ് അവൾ നന്ദയുടെ കൂടെ ആണെങ്കിലോ? ബോസ് ബോസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ബോസ്. അതിനും ചാൻസ് ഉണ്ട്. നീ ഉടനെ അനാമിക എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. വേഗം പോ. ഇല്ല ബോസ്, ഞാൻ നല്ല... നിന്നോട് പോകാനാ പറഞ്ഞേ. പറയുന്നത് മാത്രം ചെയ്യ. പോ. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ടടാ. താങ്ക് യു. അത് പിന്നെ സംശയമില്ലാത്ത കാര്യമല്ലേ. ഞാൻ ആരാന്ന് വിചാരിച്ച് ഏത് ഏരിയ എടുത്താലും ഞാൻ പുലിയായിരിക്കുന്നേ. മതി, നിർത്ത്. കല്യാണം കഴിഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരാൻ പോലും തോന്നിയില്ല. എന്നിട്ട് ഡയലോഗ് കണ്ടില്ലേ? എന്ന് വെച്ച് ദയവ് ചെയ്ത് ഇതാണ് ഗിഫ്റ്റ് എന്ന് മാത്രം പറഞ്ഞേക്കല്ലേ. പേടിക്കണ്ടെന്നേ, നിനക്ക് ഉറപ്പായിട്ട് നല്ലൊരു ഗിഫ്റ്റ് വരും. എന്ത്? അറിയാം, സർപ്രൈസ്. ആദ്യം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് തരാം. വേഗം കഴിക്ക്. അനാമിക, ഇനിയൊരു പക്ഷേ നീ നന്ദയുടെ കൂടെ തന്നെ ആയിരിക്കും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇനി ഇരുന്നാലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇനി നോക്കി കണ്ടൊക്കെ നടന്നു കേട്ടാ. ശരി സാർ. മര്യാദക്കെല്ലാം കേട്ടല്ലോ. വേഗമാ. സാറേ, നാളെ ആ 307 കേസ് കോടതിയിൽ വാദത്തിന് വെച്ചേക്കാണെന്ന് ഇൻസ്പെക്ടർ സാറിനോട് പോവാൻ പറഞ്ഞേക്കുന്നേ. ഞാനൊരു മാസം മെഡിക്കൽ ലീവിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലേ. അത് പോട്ടെ, സാറിനെന്തിനാ ഒരു മാസത്തെ മെഡിക്കൽ ലീവ്? എന്റെ മോള് ഗർഭിണിയാടോ. ഡെലിവറി ഡേറ്റ് ഡോക്ടർ പറഞ്ഞേക്കുന്ന ഇപ്പോഴാ. അത് നല്ല കാര്യമല്ലേ? അതാണെന്നോടെ പറയുന്നത്. എന്താ സാറേ? കറക്റ്റ് അമാവാസിയുടെ അന്ന് തന്നെയാ പ്രസവാവുന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഗ്രഹണം കഴിയുന്നതിന് മുമ്പ് അവന്റെ ജീവൻ എടുത്തേ മതിയാവും. ഗ്രഹണത്തിന് അധിക ദിവസങ്ങളില്ല. അതിനുള്ളിൽ ആ ആത്മാവിനെ എങ്ങനെയെങ്കിലും എനിക്കെടുക്കണം. ഇനി അമാവാസിക്ക് കൂടുതൽ ദിവസമൊന്നുമില്ലല്ലോ. ആ സമയത്തെങ്ങാണ് പ്രസവിക്കുന്നെങ്കിൽ കൊച്ചിന് കേടാന്നും പറഞ്ഞ മരുമോന്റെ വീട്ടുകാർ നിൽക്കുക. ഈ സമയത്ത് ഞാൻ ജയിലിലകപ്പെട്ടാൽ എല്ലാം പാഴായി പോവും. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. അതുകൊണ്ട് ഒരു മാസം ലീവ് എടുത്തിട്ട് പ്രശ്നമൊക്കെ തീർന്നിട്ട് ഇങ്ങോട്ട് വരാന്ന് കരുതിയിരിക്കുക. അതങ്ങോട്ട് വെച്ചേ, അവരെ അവിടെ കൊടുക്ക. ഇതാ സാർ. ആ ലോകകപ്പിലുള്ളവനെ അവനും കൊടുക്കണം. ചിന്തിക്ക് സാമ്പ, ചിന്തിക്ക്. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്ക്. ചേട്ടാ ചായ. ചായ എടുക്കേട്ടാ.
കൂട്ടിക്കൊണ്ടുവന്നേ? നമ്മുടെ കല്യാണം പ്രമാണിച്ച് നിനക്കൊരു ഗിഫ്റ്റ് തരാൻ പോവാ. മതി സർ. ഇയാളുടെ ഗിഫ്റ്റ് എങ്ങനെയായിരിക്കുന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഗിഫ്റ്റ് തരാനുണ്ടെന്ന് പറഞ്ഞിട്ട് കിസ് അടിക്കാം. പുതിയ ട്രെൻഡ് ആയിരിക്കും അല്ലേ? ഇതൊരു കഷ്ടം. ഇത് ശരിക്കും ഞാൻ ഗിഫ്റ്റ് തന്നെ തരാൻ പോകുന്നേ. ശരി, നീ കണ്ണടക്കി പറയാം. നീ ഒന്ന് കണ്ണടക്കേ. ഇനി കണ്ണു തുറക്ക്. ഇതെന്താ നന്ദ? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നിന്റെ അച്ഛൻ നിന്നെ നോക്കുന്നതിനേക്കാളും 1% എങ്കിലും കൂടുതലായിട്ട് നിന്നെ ഞാൻ നോക്കുമെന്ന്. നിന്റെ മോഡേൺ അറ്റയറിന് ആ മഞ്ഞച്ചരട് ഒട്ടും അങ്ങ് സെറ്റ് ആവുന്നേ. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ നിനക്കൊരു ടോക്കൺ ഓഫ് ലവ്. ദേ ഇത്. എന്നാലേ നന്ദ, ഇപ്പോ ഞാൻ നിന്നെ ശരിക്കും കിസ് ചെയ്യാൻ പോവാ. ആരാ? അത് എനിക്ക് എങ്ങനെ അറിയാനാ? നിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. കറക്റ്റ് സമയത്ത് ഓരോ ശല്യങ്ങൾ വന്നോളും. അനാമിക, ഋഷി, ഋഷി ഇയാളെന്താ ഇവിടെ? അത് ഞാനല്ല ചോദിക്കണ്ടേ. എന്റെ റിലേറ്റീവിന്റെ വീട്ടില് നീ എന്താ ചെയ്യുന്നേ? റിലേറ്റീവിന്റെ വീടോ? ഋഷി, ഇതെന്റെ ഫ്രണ്ടിന്റെ വീടാ. അല്ല, ഇത് B5 6th ഫ്ലോർ തന്നെയല്ലേ? നമ്പർ കറക്റ്റ് ആണ്, പക്ഷെ ഇത് 5th ഫ്ലോറാ. ഇയാള് ഫ്ലോർ മാറിയിട്ടാ വന്നേക്കുന്നേ. അതെയോ? അതെ, ഋഷിക്ക് പോകേണ്ട വീട് ഇതിന്റെ നേരെ മേലെയാന്ന് തോന്നുന്നു. ഓക്കെ. അനാമിക, പേഴ്സണൽ വർക്ക് കാരണം ലീവ് എടുത്തിട്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അത് പിന്നെ വെളി നിർത്തി സംസാരിക്കണോ? അകത്തേക്ക് പോയാലോ? മോൻ അനാമിക. ഋഷി